കൊച്ചി കോർപ്പറേഷൻ മേയർ വോട്ടെടുപ്പിൽ മിനിമോളുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തുനിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി. വോട്ടിംഗ് കഴിഞ്ഞ ഉടനെ കൗൺസിൽ ഹാളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്ന് ദീപ്തി മേരി വർഗീസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് നടന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന് LDFന്റെ ആക്ഷേപവുമുണ്ട്. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, രാവിലെ തന്നെ ദീപ്തി മേരി വർഗീസ് തനിക്ക് നേരത്തെ തന്നെ ഉന്നയിച്ച പരാതികളൊന്നും പിൻവലിക്കുന്നില്ല, പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. KPCC മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല കൊച്ചിയിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തൃക്കാക്കര നഗരസഭയിലും അത് പാലിച്ചില്ല. പരാതികളൊക്കെ തനിക്കുണ്ട്, അത് പാർട്ടി ഫോറങ്ങളിൽ പറയാമെന്നാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു വെച്ചത്. ഇന്ന് വോട്ടെടുപ്പ് ആയതുകൊണ്ട് മാത്രം, വിപ്പുള്ളതുകൊണ്ട് മാത്രമായിരിക്കണം ദീപ്തി മേരി വർഗീസ് അവിടെ എത്തിയത്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ബഹിഷ്കരണം. വോട്ടെടുപ്പ് നടപടികളെ സംബന്ധിച്ച് LDF പറയുന്നത് എന്താണ്? വിനിഷ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദീപ്തി മേരി വർഗീസിൻ്റെ കടുത്ത അതൃപ്തി, അത് അവർ ഈ വോട്ടെടുപ്പിന് ശേഷവും അത് പ്രകടമാക്കി എന്നുള്ളതാണ്. വിപ്പുള്ളതുകൊണ്ട് സ്വാഭാവികമായും വോട്ട് ചെയ്യാൻ ദീപ്തി മേരി വർഗീസ് എത്തി. കൃത്യം ആ വോട്ടെടുപ്പിൻ്റെ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് അവർ എത്തി. അതിനുശേഷം മാധ്യമങ്ങളുമായി സംസാരിച്ചു. ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതെല്ലാം അതേപടി തന്നെ നിലനിൽക്കുകയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ മേയർ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന് വലിയ വിജയം സമ്മാനിച്ചതാണ്. അതുകൊണ്ട് ധാർമ്മികത എന്നുള്ള നിലയിൽ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയാണ്, അതിൻ്റെ ശോഭ തൽക്കാലം കെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നു. പക്ഷേ അതിനുശേഷം VK മിനിമോളെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മേയറായി VK മിനിമോളെ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ അനുമോദനങ്ങൾ, മുദ്രാവാക്യങ്ങളൊക്കെ കൗൺസിൽ ഹാളിൽ മുഴങ്ങിയിരുന്നു. പക്ഷേ അതിലൊന്നും പങ്കെടുക്കാതെ ദീപ്തി മേരി വർഗീസ് വളരെ പെട്ടെന്ന് തന്നെ ആ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരു വോക്കൗട്ട് ചെയ്യായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു പ്രതിഷേധ സൂചകമായി തന്നെ അവർ ഈ മേയറുടെ സത്യപ്രതിജ്ഞയ്ക്കോ മറ്റൊന്നിനും കാത്തു നിൽക്കാതെ ഈ കൗൺസിൽ ഹാളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അപ്പോൾ അവരുടെ ആക്ഷേപം അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതും അവരുടെ പ്രതിഷേധം ഇപ്പോഴും ശക്തവുമാണ് എന്ന സൂചന തന്നെയാണ് അവരുടെ ഈ ഇറങ്ങിപ്പോക്കിലൂടെ വ്യക്തമാവുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷത്തിന് വലിയൊരു പ്രതിഷേധം ഈ ഘട്ടത്തിൽ അവർ അറിയിക്കുകയാണ്. കാരണം സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് ഇങ്ങനെ മേയറായി തെരഞ്ഞെടുത്താൽ VK മിനിമോളെ മേയറായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനുശേഷം സത്യപ്രതിജ്ഞ നടക്കും. ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അനുമോദന യോഗം സാധാരണഗതിയിൽ നടക്കാറുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് അടക്കം, ഈ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ കക്ഷികളടക്കം ആ അനുമോദന യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്, അനുമോദിച്ച് സംസാരിക്കാറുണ്ട്. അതിനുശേഷമാണ് മേയറുടെ മറുപടി പ്രസംഗം ഉണ്ടാവുകയും മറ്റു നടപടിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ആ ഒരു കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു ചട്ടമായി പറയുന്നില്ല, പക്ഷേ ഒരു കീഴ്വഴക്കമാണ്. ഇങ്ങനെ മേയറായി തിരഞ്ഞെടുത്താൽ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. ആദ്യ കൗൺസിൽ ചേർന്ന് ഈ മേയറായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ കൗൺസിൽ ചേരും. ആ കൗൺസിലിൽ പ്രതിപക്ഷ കക്ഷികളടക്കം അനുമോദിച്ച ശേഷമാണ് മേയറുടെ മറുപടി ഉണ്ടാവുക. പക്ഷേ ഇന്ന് അതിനൊന്നും കാത്തു നിൽക്കാതെ മേയർ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. ഈ അനുമോദനത്തിലൊന്നും പങ്കെടുക്കാതെ, പ്രതിപക്ഷ കക്ഷികളുടെ ഒന്നും അനുമോദനത്തിൽ പങ്കെടുക്കാതെ മേയർ അവിടെ നിന്ന് പോയി. അങ്ങനെ VK മിനിമോൾ പുതിയൊരു കീഴ്വഴക്കം ഈ കൊച്ചി കോർപ്പറേഷൻ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന വലിയ അഭിപ്രായ വ്യത്യാസം, പ്രതിഷേധം LDF പ്രകടമാക്കുന്നു. LDFന്റെ പ്രതിപക്ഷ കൗൺസിലറായ VK ശ്രീജിത്താണ് അക്കാര്യം ഇപ്പോൾ മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. വിനീഷ.